ഇത് ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷന് പോയ വീഡിയോ കേട്ടോ. അത് മുന്നേ എടുത്ത് വെച്ചതാണ്. എൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ഒന്ന് പാർക്കിലൊക്കെ കയറി, എന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ടാണ് കേട്ടോ വന്നത്. 40 രൂപയാണ് കേട്ടോ അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ബോച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ബോച്ചേനെ കണ്ടില്ല. ബോച്ചയുടെ ഭരണ കണ്ടിട്ടോ. കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ അവിടെ. അത് കാരണം തന്നെ നടന്ന് നമ്മൾ തോൽക്കും. കാല് കടയിൽ തുടങ്ങും കേട്ടോ, നടന്നിട്ട് മടുക്കൽ തുടങ്ങും. പക്ഷെ കുറേ കാണാനുണ്ട് കേട്ടോ. കുറേ കളിക്കണതും ഫാൻസി ഐറ്റംസും ഡ്രസ്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ കളിക്കാൻ. പിന്നെ പഴയകാല മിഠായികൾ, ഷോക്ക് വെക്കണ കുറേ സൈസ് ഭരണികൾ, പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ട് കണ്ട, കുറേ സൈസ് സ്വീറ്റ്സുകളൊക്കെ, മിഠായികൾ, ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, ബെഡ്ഷീറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ജ്യൂസുകൾ കുറേ തരം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ എല്ലാ കൊല്ലത്തെയും പോലെ അച്ചാറുകൾ ഉണ്ടാവും കേട്ടോ. അതിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പൊന്നു നല്ല മണം ഉണ്ടാവണം കേട്ടോ. അവിടുന്ന് കഴിക്കാൻ തോന്നും നമുക്ക്. പലതരത്തിലുള്ള അച്ചാറുകൾ കാണാം കേട്ടോ അവിടെ. ഞങ്ങൾ അവിടുന്ന് കോളിഫ്ലവർ ആട്ടോ വാങ്ങിയത് കഴിക്കാൻ. പലതരത്തിലുള്ള നാണയങ്ങൾ, പഴയകാല പാത്രങ്ങൾ, പിന്നെ കോയിനിട്ട് വിളിക്കുന്ന ഫോണ്, ഉറി, തൂക്കുവിളക്ക്, കുത്തുവിളക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണാണ്ട് കേട്ടോ നമുക്ക്. ഈ നാണയങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാട്ടോ, കാശ് കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് തരും. പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. യന്ത്രൂഞ്ഞാല്, അതുപോലത്തെ കുറേ റൈഡുകളുണ്ട് കേട്ടോ. അതിലൊന്നും കയറിയില്ല. അതിലൊക്കെ നല്ല പൈസയാവും. അപ്പോൾ ഞങ്ങൾ പാർക്കിലൊക്കെ പോയതല്ലേ, അപ്പോൾ ഈ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും കയറിയില്ല കേട്ടോ. ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ പോണ് കാണുമ്പോൾ, ചീർന്നതൊക്കെ കാണുമ്പോൾ. പക്ഷെ ഞങ്ങൾ കയറാനും നിന്നില്ല കേട്ടോ. നടന്ന് കാല് കടഞ്ഞു തുടങ്ങി. കുറേ പവലിയല് കയറി തന്നെ ഇല്ലേ ഞങ്ങൾ. പിന്നെ അവിടെ മാജിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോരാൻ നേരം ഒരു ഹോട്ടലിൽ കയറിയിട്ട് അൽഫാമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. വീട്ടിലെത്തുമ്പോൾ തന്നെ രാത്രി 10 ആയിട്ടോ.